ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നാളെയും ഇനി വരും ദിവസങ്ങളുമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സന്തോഷ വാർത്തയാണ് കേട്ടോ പറയാനുള്ളത്. നാളെ അതായത് 14-ാം തീയതി സംസ്ഥാനത്തെ കുറച്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കേട്ടോ. തൈപ്പൊങ്കൽ പ്രമാണിച്ചാണ് സംസ്ഥാനത്തെ 6 ജില്ലകൾക്ക് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണ് കേട്ടോ ഇത്. നേരത്തെ തന്നെ സർക്കാർ വിജ്ഞാപനം ചെയ്തത് ഔദ്യോഗിക കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവധികളാണ് ഈ ദിവസത്തേത്. തമിഴ്നാട്ടിലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് ഈ ഒരു അവധി ബാധകം. അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തതായിട്ട് ഉള്ള ഒരു വിവരം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പേർ, അതായത് ഒരു 62 ലക്ഷത്തോളം പേർ വാങ്ങുന്ന ഒരു പെൻഷനാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ. ഇത് മാസം 1600 രൂപയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ഈ ഒരു സാമൂഹിക ക്ഷേമ പെൻഷന് 4 ഗഡുക്കളാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. അതിലെ ഇപ്പോൾ ഈ മാസത്തെ പെൻഷൻ തുകയും അതുകൂടാതെ മുടങ്ങിയ അതിലെ ഒരു ക്ഷേമ പെൻഷൻ ഗഡുവും കൂടി 3200 രൂപ ഈ മാസം ലഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ജനുവരി അവസാന ആഴ്ചയിലായിരിക്കും ഈ ഒരു വിതരണം നടക്കുക എന്നും കൂടി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല പെൻഷനുകളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള രേഖകളും ഹാജരാക്കേണ്ടതുണ്ട്. സ്ത്രീ ഉപഭോക്താക്കൾക്കുള്ള ഒരു അറിയിപ്പാണ് ഇപ്രാവശ്യം ഉള്ളത്. അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുമായിട്ടുള്ളവർ ജനുവരി 30-ന് അകം ഇതിൻ്റെ ഒരു സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ബാധകമല്ല. അല്ലാത്തവർ എല്ലാവരും തന്നെ വിധവാ പെൻഷൻ, അതായത് വിധവയാണ് എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രവും അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രവും നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നേരിട്ടോ അല്ലെങ്കിൽ ഒരു ദൂതൻ വഴിയോ അവിടെ എത്തിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവർക്കത് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യം ലഭിക്കുകയുള്ളൂ.